ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടൈം ബക്സിൽ ഞാൻ ഇന്നൊരു സർവേ ചെയ്തിരുന്നു. അതിനെനിക്ക് കിട്ടിയ പേയ്മെൻറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, എൻ്റെ കോളത്തിൽ $9.6 കാണുന്നത്. ഇതിൽ ബോണസ് എന്ന് കാണിക്കുന്നത് 0.200 ആണ്. റെഫറൽ ബാലൻസ് എന്ന് പറയുന്നത് $2.012 ആണ്. ഇതിൽ ഞാൻ earn ചെയ്തതെന്ന് പറയുന്നത് $7.4 ആണ്. ഇനിയാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു സർവേ ചെയ്തിരുന്നു. അതിൻ്റെ ബാലൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ മൈ കംപ്ലീഷൻ എന്ന് പറയുന്ന ആ ടാബ് എടുക്കുക. അതിലിപ്പോൾ നോക്കുമ്പോഴേക്കും ഇന്ന് ഞാൻ December 31 ചെയ്തതാണ് ഈ സർവേ. CPX റിസർച്ചിൻ്റെ ഒരു സർവേ ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ലാസ്റ്റ് ഏണിങ്സ് എന്ന് പറയുന്നത് $7.2 ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയും ഒത്തിരി നാളായി ടൈം ബക്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സർവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഏണിങ്സ് ഉള്ള ഒരു പേയ്മെൻ്റ് ഉള്ള സർവേ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ടൈം ബക്സിൽ വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് 2-3 സർവീസ് ട്രൈ ചെയ്തെങ്കിലും അത് തന്നെ ഡിസ്ക്വാളിഫൈ ആയിപ്പോയി. ലാസ്റ്റ് CPXൻ്റെ ഈ സർവേ വന്നു. ഇത്രയും എമൗണ്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തത് അതൊരു ഫേക്ക് ആയിരിക്കും, ഡിസ്ക്വാളിഫൈ ആകുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഒരു ആമസോണിൻ്റെ റേറ്റിങ്ങും അതിൻ്റെ റെഗുലേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു സർവേ ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് ഡിസ്ക്വാളിഫൈ ആകുമെന്ന് വിചാരിച്ച CPXൻ്റെ നമ്മൾ ഡിസ്ക്വാളിഫൈ ഇടയ്ക്ക് വെച്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ സപ്പോർട്ടിന് മെസ്സേജ് അയച്ചാൽ നമുക്കതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഡിസ്ക്വാളിഫൈ ആകുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഓരോ ടൈമിലും ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ സർവേ ചെയ്യാൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഈ സർവേ വരികയും അതിൽ നിന്ന് $7 ഏകദേശം കിട്ടുകയും ചെയ്തു. അതുവരെ എൻ്റെ ബാലൻസ് $2 ആയിരുന്നു ഞാൻ ഏൺ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ $7 ഇന്ന് ഒരു സർവേയിലൂടെ മാത്രം കിട്ടുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും സർവേ ടാബൊക്കെ ഇടയ്ക്കെടുത്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് അതിൽ നിന്ന് പുതിയ സർവീസ് എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി എപ്പോഴും ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ഇതുപോലെ സർവീസൊക്കെ വരുന്നതെന്നും നമ്മളെപ്പോഴാണ് ക്വാളിഫൈ ആവുന്നതെന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.